ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റ് വർക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഈ മാർക്ക് ചെയ്തേക്കുന്ന പോലെ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ബോട്ടിലെ താഴത്തെ ഈ ഒരു മാർക്കിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു പീസ് എടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡ്. പിന്നെ ഞാൻ ഈ ഒരു പപ്പടക്കോല് ചൂടാക്കി എടുത്തതാണിത്. അത് നമുക്ക് ഏതെങ്കിലും ഒരു തീയിലൊന്ന് വെച്ചാൽ മതി. തീയിൽ വെച്ച് കഴിയുമ്പോഴേക്കും നന്നായിട്ട് അത് ചൂടായി കിട്ടും. എന്നിട്ട് ആ ചൂടായ അതേ രീതിക്ക് തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിലേക്ക് വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഹോള് ഇട്ടിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഹോളല്ല ചെയ്യുന്നത്, ശരിക്കും ആ ഒരു ഹോള് ഇട്ടിട്ട് കുറച്ച് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ അത് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു പപ്പടക്കോല് വെച്ചിട്ട് തന്നെയാണ് അത് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് നമുക്കങ്ങ് മാറ്റാം. അപ്പോൾ ഇതിന് പറ്റിയ എന്തെങ്കിലും ടൂൾസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതേപോലൊരു ഹോളോ പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത് അങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെച്ചിട്ട് ഈ ക്യാപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പുറത്ത്. ഞാനിപ്പോൾ സ്പ്രേ പെയിൻ്റ് ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇതിലേക്ക് ഇനി എന്തെങ്കിലും മണി പ്ലാന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഈ മണി പ്ലാന്റ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടതെന്ന് ഉള്ളത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു മണി പ്ലാന്റ് എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഈ ഒരു നോട്ട് പോർഷൻ വരുന്നുണ്ടല്ലോ, അതായത് ഇങ്ങനെ വേരിറങ്ങിയിട്ടുള്ള ഈ വേരിറങ്ങിയിട്ടുള്ളത് ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിട്ട് ആ വേര് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങുന്ന രീതിക്ക് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പയ്യെ വേര് കിളിച്ചിറങ്ങിക്കോളും. കണ്ടോ, ഇതേപോലെ ഈ വേര് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിരിക്കണം. അത് മുകളിലേക്ക് വരാത്ത രീതിക്ക് വെള്ളത്തിലേക്ക് ഇറക്കി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് റൂമിലൊക്കെ ഇങ്ങനെ ഒരു ഇൻഡോർ പ്ലാന്റ് വെക്കുന്ന പോലെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുക കേട്ടോ. അതുപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.